എന്തായാലും നമ്മളോടൊപ്പം ഇടുക്കിയിൽ നിന്നുള്ള ഒരു സംഘം ചേരുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് വന്നതാണ് അല്ലേ? ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് വന്നാ. ഒരു സമ്മാനം കൊടുക്കാനായി വന്നതാണ്. പക്ഷെ സാധിക്കില്ലെന്നാണ് പറഞ്ഞത്. സുരക്ഷാ പ്രശ്നം ഒരു പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. അതെ, സുരക്ഷാപര, പ്രത്യേകിച്ച് അദ്ദേഹം പ്രധാനമന്ത്രി കൂടിയല്ലേ, അപ്പൊ സുരക്ഷാപരമായ പ്രശ്നങ്ങൾ ഉണ്ട്. ഇപ്പൊ ഇതൊന്ന് കൊടുക്കണമെന്നുള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹം. ഒന്ന് കാണിക്കുവോ എന്താ കൊണ്ടുവന്നേന്ന്? ഇതാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ തടിയിൽ കൊത്തിയ ഒരു രൂപമാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. എത്ര ദിവസമായി ഇത് പ്രധാനമന്ത്രിക്ക് നൽകുന്നതിന്? 10-15 ദിവസം കൊണ്ടൊക്കെ ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് നമുക്ക് ഉപജീവന മാർഗം ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പണിയാൻ പറ്റിയിട്ടില്ല. ഒരു മാസം അടുത്ത് വേണ്ടി വന്നത് ചെയ്യാൻ. എന്റെ പേരെന്താ? എന്റെ പേര് റജി എന്നാണ്. ഇടുക്കി ജില്ലയിലെ പണിക്കൻകുടി എന്ന് വരുന്നു. പണിക്കൻകുടി അല്ലേ? ഇടുക്കി. ഇടുക്കിയിൽ നിന്ന് വരുന്നവരാണ് എല്ലാവരും? ഇടുക്കിന്നുള്ളവരാണോ? അതെ 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 അതെ, ഞങ്ങളെല്ലാവരും തൊഴിലുകാരാണ്, മരപ്പണി ചെയ്യുന്നവരാണ്. ഇവര് കുറേ നേരമായിട്ട് ഇവിടെ ഓരോരുത്തരോടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് എങ്ങനെയെങ്കിലും ഇതൊന്ന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ നമുക്കറിയാമല്ലോ, വളരെയധികം സുരക്ഷയ്ക്ക് കീഴിലാണ് പ്രധാനമന്ത്രി ഈ പാതയിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആ സുരക്ഷയെ മറികടന്ന് ഇത് കൊടുക്കുക എന്നുള്ളത് എന്തായാലും കഴിയുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ആഗ്രഹം എവിടെയെങ്കിലും വെച്ച് നടക്കട്ടെ എന്നുള്ളതാണ്. എല്ലാവരും BJP പ്രവർത്തകരൊക്കെയാണോ? എങ്ങനെയുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ തെരഞ്ഞെടുപ്പ്? ഇത്തവണ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകണല്ലോ, എന്താ അവിടെ അവസ്ഥ? ഇടുക്കിയിലെ അവസ്ഥ എന്താ? എല്ലാവരും നല്ല സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് വന്നവര്. പ്രവർത്തിക്കുന്ന ആൾക്കാർ എല്ലാവരും വണ്ടിയെ പോലും തികയാതെ ആൾക്കാർ പുറത്തു നിൽക്കുകയാണ്. വീണ്ടും നിങ്ങളുടെ അവിടുന്ന് ആളുകൾ വന്നിട്ടുണ്ടോ ഇവിടെ? ഒരുപാട് ഒരു ബസ്സിലുള്ള ആൾക്കാർ, കവിഞ്ഞുള്ള ആൾക്കാരും ഉണ്ട് നമ്മുടെ. പണിക്കൻകുടി എന്നുള്ള ഗ്രാമമാണോ? അതെ, ഒരു ഗ്രാമമാണ്. അപ്പൊ അവിടെ നിന്നുള്ളത് തന്നെ ഒരു ബസ് തികയാത്ത ആൾക്കാരുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വേറെ വണ്ടികൾ വരുന്നുണ്ട്. എത്ര മണിക്ക് എപ്പോ പുറപ്പെട്ടു നിങ്ങള്? ഞങ്ങള് രാവിലെ ഒരു 9 മണിക്ക് 8-9 ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പോകുന്നു. അവിടെ നിന്ന് എത്ര മണിക്ക് എത്തി ഇവിടെ? ഒരു 12:45 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ എത്തി. ഏതെങ്കിലും നേതാക്കന്മാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കാൻ വയ്യാറ് ഇതൊന്ന് എത്തിക്കാനായിട്ട്? ഞങ്ങൾക്ക് പരിമിതികളുണ്ട് അതിനകത്ത് ഇടപെടുക എന്നുള്ളത്. അങ്ങനെ പറ്റില്ല, സുരക്ഷയുടെ ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട്. ഇത് കണ്ടിട്ടെങ്കിലും നിരാശയൊന്നും വേണ്ട കേട്ടോ. നിങ്ങളുടെ നേതാക്കന്മാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇത് കൊടുക്കാൻ ശ്രമിക്കണം. ശ്രമിക്കുന്നുണ്ട്. അത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് എന്റെ ID കാർഡും ആധാറിന്റെ കോപ്പിയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അതിന്റെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. അദ്ദേഹം ഇടുക്കിയിൽ നിന്ന് വരുന്ന ആളുകളാണ്. മറ്റു ഇടങ്ങളിൽ നിന്നൊക്കെ എവിടെ നിന്ന്? എല്ലാവരും ഇടുക്കിക്കാരാണ്, എല്ലാവരും ഒന്നിച്ചു വന്നവരാണ്. അവര് വലിയ പ്രതീക്ഷയോടെ നരേന്ദ്രമോദിയുടെ ചിത്രവുമായി, അത്തരത്തിൽ തടിയിൽ നിർമ്മിച്ച ആ ചിത്രവുമായി എത്തിയ ആളുകളാണ്. ഒരു കോൺഗ്രസ്സുകാരൻ വന്നിട്ടുണ്ട് മോദിജിയെ കാണുന്നത്. ഒരു 2 മിനിറ്റ് ചെയ്യാം, നമുക്ക് കാണാം. ഇവിടേക്ക് എത്താൻ പറയുവാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. എന്തായാലും അദ്ദേഹം പറയുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളും എത്തിയിട്ടുണ്ട്. അത് ശരിയാണ്. കോൺഗ്രസ് എന്ന് മാത്രമല്ല ധാരാളം സാധാരണക്കാരായ ജനങ്ങളും പ്രധാനമന്ത്രിയെ കാണാനായി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ കൊച്ചി സന്ദർശനത്തോടെ കൂടി നാളെ നടക്കുന്ന പരിപാടി വളരെ പ്രധാനപ്പെട്ട പരിപാടിയാണ്. ശക്തി കേന്ദ്ര എന്ന പേരിൽ മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ആ പരിപാടി, അത് ഒരു ചെറിയ ബൂത്ത് ലെവലിലേക്ക് പോലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അനൌദ്യോഗികമായി കടക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നാളെ ശക്തി കേന്ദ്ര എന്ന പേരിൽ മറൈൻ ഡ്രൈവിൽ നടക്കുന്ന പരിപാടി. നമുക്കറിയാം, വിവിധ ഘട്ടങ്ങളായി പഞ്ചായത്തും തന്നെ മണ്ഡലം കമ്മിറ്റികളും ബൂത്ത് കമ്മിറ്റികളും പഞ്ചായത്ത് കമ്മിറ്റികളുമായാണ് BJPയുടെ ആ രീതി ഉള്ളത്, ആ ഘടന കിടക്കുന്നത്. ആ ഘടനയിൽ തന്നെ പഞ്ചായത്ത് കമ്മിറ്റികൾക്ക് പകരമാണ് ശക്തി കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന 5 ബൂത്തുകൾ ചേർന്ന് ആ 5 ബൂത്തുകളെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ് നാളെ ഇവിടെ മറൈൻ ഡ്രൈവിലേക്ക് എത്തുക. 7000-ഓളം അത്തരത്തിൽ താഴെത്തട്ടിൽ നിന്നുള്ള പാർട്ടിയുടെ താഴെത്തട്ടിൽ നിന്നുള്ള ആളുകൾ എത്തുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അവരെ നേരിട്ട് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യമായാണ് അത്തരത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ഇത്തരത്തിൽ ശക്തി കേന്ദ്രയുടെ നേതൃത്വത്തിലുള്ള ആളുകളെ കാണുന്നു എന്നുള്ള പ്രത്യേകതയുമുണ്ട്. അത്തരത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിന് വളരെ പ്രാധാന്യത്തോടുകൂടി BJP നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള തുടക്കം കുറിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ഐക്കണായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ നാളെ കേരളത്തിൽ അവരുടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാനായി എത്തിക്കുക എന്നുള്ളത്. എന്തായാലും തിരഞ്ഞെടുപ്പ് ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള വരവ് കൂടിയാണ് ഇത്. BJP പ്രവർത്തകർ വളരെ വലിയ ആഘോഷത്തോടുകൂടിയാണ് ഈ വരവ് ഏറ്റെടുത്തിരിക്കുന്നത്.